ധന്യ, ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മദ്രസയിൽ ഒരു ആൺകുട്ടിക്ക് ക്രൂരമായ പീഡനം നേരിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ഒരു പയ്യൻ കണ്ണൂർ കൂത്തുപറമ്പിലെ ഒരു മദ്രസയിൽ ഉസ്താദ് പഠനത്തിന് പോയതായിരുന്നു. ആ പയ്യനെ വളരെ ക്രൂരമായ രീതിയിലാണ് അവിടുത്തെ ഉസ്താദ് ഉപദ്രവിച്ചിരുന്നത്. ഇത് ആ പയ്യൻ ആരോടോ പറഞ്ഞതിന് ശേഷം ക്രൂരമായ പീഡനം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത പീഡനമാണ് ആ പയ്യൻ അനുഭവിച്ചത്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ്. തനിക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രിയ ചേച്ചി, ഈ വാർത്ത നമ്മുടെ തന്നെ ചാനലിലെ നമുക്ക് വടയാർ സുൽജി തന്ന വാർത്തയാണ്. അദ്ദേഹമാണിത് ചാനൽ കണ്ടിട്ട് നമ്മളോട് ആ വാർത്ത എടുക്കണം എന്ന് പറഞ്ഞതും പങ്കുവച്ചതും. സത്യത്തിൽ കേട്ടപ്പോൾ ഭയങ്കരമായി ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ മദ്രസയിൽ അധ്യാപകരെ കുറിച്ച് ഇതിനു മുൻപും ഇത്തരത്തിൽ അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് കുട്ടികളെ ഇരയാക്കുന്നു, അവിടെ പഠിക്കാനെത്തുന്ന പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു ഈ മദ്രസയുടെ മറവിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ വരെ ചെയ്തു. പിന്നെ എൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ അതൊക്കെ ഒതുക്കി തീർക്കും. സത്യത്തിൽ മദ്രസയിൽ നല്ല അധ്യാപകരുണ്ട്, നല്ല അധ്യാപകരെ ഇതിൽ പെടുത്തുന്നില്ല. കുട്ടികളെ കുട്ടികളായി കണ്ട് അധ്യാപകനും എന്താണെന്ന് മനസ്സിലാക്കി മദ്രസയിൽ എന്തിനാണോ അവർ വരുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ലവരായ അധ്യാപകരുണ്ട്. അവരെ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പക്ഷേ ചില കാമപ്രാന്തന്മാർ അല്ലെങ്കിൽ കാമവീരന്മാർ അങ്ങനെ തന്നെ ഇവരെ വിളിക്കണം. കാരണം കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഇവർക്കൊക്കെ എവിടെയാണ് ഈ ഞരമ്പ് രോഗമുണ്ടാകുന്നത് എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കുക. കാരണം വിഴിഞ്ഞ സ്വദേശിയായ ഒരു ആൺകുട്ടിയാണ് ഇതിന് ഇരയായിരിക്കുന്നത് എന്ന് പറയുന്നത്. കണ്ണൂരിലുള്ള അധ്യാപകൻ ഉമയൂർ അഷറഫ് എന്ന് പറയുന്ന മദ്രസ അധ്യാപകനാണ് ഈ കുഞ്ഞിനെ അതിക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത്. അതായത് സ്വകാര്യ ഭാഗത്ത് മുളക് തേക്കുക, പ്ലെയർ ഉപയോഗിച്ച് സ്വകാര്യ ഭാഗത്ത് ഉപദ്രവിക്കുക, പിന്നീട് ചന്തിയിൽ ഇസ്തിരി വെച്ച് ചൂടാക്കുക. എന്നിട്ട് പറയുന്നത് പഠനത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ ഇപ്പോൾ സ്കൂളുകളിൽ പോലും അധ്യാപകർ കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല, അവരോട് സൗഹൃദപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ട്യൂഷനൊക്കെ കുട്ടികളെ വിടുമ്പോൾ അടിക്കുന്നത് അതൊക്കെ കേസാകുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ അതിക്രൂരമായി ഉപദ്രവിക്കാൻ പാടില്ല. സ്കൂളുകളൊക്കെ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പണ്ടേ ഉള്ളൊരു ചിന്തയാണ് അടിച്ചാലേ പഠിക്കൂ എന്നുള്ളത്. പണ്ട് നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് എന്തെങ്കിലും മാർക്ക് പറഞ്ഞാൽ ചൂരലുകൊണ്ടൊക്കെ അടി ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ആ രീതിയൊക്കെ മാറി അധ്യാപകരും കുട്ടികളും തമ്മിൽ സൗഹൃദപരമായ ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ സ്കൂളുകളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മദ്രസയെ മാത്രം അടച്ച് ആക്ഷേപിക്കുന്നതല്ല, പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും ഇത്തരം കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ മദ്രസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തെ വലിയ രീതിയിൽ അതിനെ ഇസ്ലാം മതത്തിന് അനുസൃതമായി ജീവിക്കുന്നവരെന്നാണ് അവർ പറയുന്നത്. ഇസ്ലാം മതത്തിൽ എവിടെയാണ് കുഞ്ഞുങ്ങളെ പ്രകൃതി വിരുദ്ധ ലൈംഗികത്തിന് ഇരയാക്കണമെന്ന് പറയുന്നത്? മറ്റൊരു വേർഷൻ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? അതായത് ഉസ്താദുമാർ എന്ത് ചെയ്യുന്നോ അത് അവര് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അതെല്ലാം അവർ അനുഭവിക്കേണ്ടവരാണ്. ഈ ചെയ്യുന്ന പീഡനങ്ങളല്ല, അത് പീഡനമായിട്ടല്ല, ദൈവത്തിന്റെ തലോടലായിട്ടാണ് അവരുടെ തലയിൽ കുത്തുകയറ്റി വെച്ചത്. അല്ല, ഈ പല മാതാപിതാക്കളും മദ്രസ അധ്യാപകന്മാർ ഉപദ്രവിക്കുമ്പോഴോ ഇത്തരത്തിൽ ശാരീരികമായി ലൈംഗികമായി ഒക്കെ ഉപദ്രവിക്കുമ്പോഴോ ഇതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇതൊക്കെ പുറത്തു പറയാതിരിക്കാൻ പിന്നെ ഉസ്താദുമാരും മറ്റിതിലെ മുല്ലാക്കന്മാരും ഒക്കെ വന്ന് ഇവരോട് സംസാരിക്കുന്നു, അച്ഛനമ്മമാരോട്. പിന്നെ ഈ കേസ് ഒത്തു തീർപ്പാക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പഠന കാര്യത്തിൽ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാരോപിച്ചാണ് അധ്യാപകൻ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നത്. ഇതൊരു പതിവായിരുന്നു ഈ അധ്യാപകൻ എന്നാണ് പറയുന്നത്. ഈ വിവരം പുറത്തു പറയാൻ ശ്രമിച്ച ഈ വിഴിഞ്ഞ സ്വദേശിയായ ഈ കുഞ്ഞിനെ ഉമയൂർ അഷ്റഫി കൂടുതൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല സംഭവത്തിന് ശേഷം മാനസികമായി ഈ കുഞ്ഞ് തകർന്നു. പിന്നീട് വീട്ടുകാരുമായി ഈ കുഞ്ഞ് സംസാരിച്ചിട്ടേയില്ല. ഇതേ തുടർന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയിട്ടും ഈ കുഞ്ഞ് മർദ്ദന വിവരം മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. സംശയം അതിലൊരു തീർത്തുണ്ട് ധന്യ. ഈ കുട്ടി ഈ പീഡനം സഹിക്കവയ്യാതെ വെളുപ്പാങ്കാലം 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു പള്ളിയിൽ അഭയം തേടിയപ്പോൾ അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാരാണ് ഈ കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിച്ച് വീട്ടുകാരെ അറിയിച്ച് ഇവരോട് പറഞ്ഞു വിട്ടതാണ്. 3 മണിക്കൊക്കെ ആ കുഞ്ഞ് ഇറങ്ങി മാനസിക മോചനം നേടാൻ എത്ര നാളുണ്ടാവും. സത്യത്തിൽ അതിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം. നേരിട്ട് അറിയുന്ന ഒരു കാര്യം ഞാൻ തന്നോട് ഷെയർ ചെയ്യട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ വെറുതെ ഒരു സന്ദർശനത്തിന് പോയപ്പോഴായിരുന്നു. അവിടെ ഡിഗ്രി പഠിച്ച് കഴിയേണ്ട ഒരു പ്രായത്തിലുള്ള ഒരു
പയ്യൻ, അവൻ വളരെ യുവാവ്, അവൻ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി. അവൻ ആരോടും റിയാക്ട് ചെയ്യുന്നില്ല, വല്ലാത്തൊരവസ്ഥയിൽ അവൻ അവിടെ നടക്കുന്നത് കണ്ടു. നല്ലൊരു മോൻ, എൻ്റെ മോനെ പോലുള്ളൊരു മോൻ. അപ്പോൾ എനിക്ക് അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, മോൻ എന്താ അധികം ആരോട് സംസാരിക്കില്ല എന്ന് വിവരം അവൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവൻ ഉസ്താദ് പഠനത്തിന് പോയിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, നല്ല പഠിക്കുന്ന പയ്യനായിരുന്നു, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ അവിടെ കൊണ്ടാക്കി. ഇപ്പോൾ അവനൊരു ഡിഗ്രി കഴിയേണ്ട പ്രായമായി. അവൻ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. 7ാം ക്ലാസ്സാണ് അവൻ്റെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കാറുണ്ട്, അവൻ്റെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് അവൻ വളരെ ഇൻട്രോവേർട്ടായിട്ട് അവൻ പെരുമാറുന്നുണ്ട്, ആരോടും മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ അവനോട് ചോദിച്ചിട്ടുണ്ടോ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവർ ഒന്ന് തുറന്ന് സമ്മതിക്കുന്നില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ കുട്ടിക്ക് എന്തൊക്കെയോ അവിടെ നിന്ന് ബുദ്ധിമുട്ട്, പഠിത്തം പൂർത്തിയാക്കാതെ അവർ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു അവനെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ പഠിത്തം പൂർത്തിയാക്കാതെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും? അവനുണ്ടായി ആ ബുദ്ധിമുട്ട്. അപ്പൊ ഇനി അവനെ അടുത്ത് എന്തിലേക്ക് വിടണമെന്നതിൽ പോലും അവർക്ക് കൺഫ്യൂഷനാണ്. അവൻ ഒരുപാട് ആഗ്രഹം, ഞാൻ അവനോട് ചെറുതായി സംസാരിച്ചപ്പോൾ അവനടുത്ത് എന്തൊക്കെയോ പഠിക്കണം, ലോജിസ്റ്റിക്സ് പഠിക്കണം എന്നൊക്കെ അവന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ അതിനൊന്നും മാനസികമായി നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗ് ചെയ്യുക. വേറെ അത് ഇവിടെ നമ്മുടെ നാട്ടിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് വെച്ചാൽ എന്തോ മാനസിക രോഗം എന്താണ് എന്നൊരു ആരോപണം വരും. അപ്പൊ അത് ചിന്തിക്കേണ്ട. ഇപ്പൊ ഈ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന എല്ലാ ആൾക്കാരും ഡോക്ടറെ കാണാറുണ്ട്. നമുക്ക് വയറിന് പല്ലിനൊക്കെ വേദന, തലവേദന വരുമ്പോഴൊക്കെ മരുന്ന് കഴിക്കുന്നത് പോലെ നിസാരമാണത് എന്ന് പറഞ്ഞ് അവരോട് ഡോക്ടറെ കാണിക്കൂ. എന്നിട്ട് അതിൻ്റെ തുടർ പരിപാടികൾ, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കരുത്, അവൻ്റെ ഭാവിയാണ് ഇല്ലാതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ലായിരുന്നു. എന്തായാലും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ അഭയം തേടി, പിന്നെ വീട്ടുകാർ കുട്ടിയെ ശ്രദ്ധിച്ച് ശരീരം മുഴുവൻ പരിശോധിക്കുമ്പോഴാണ് ഈ പൊള്ളിയ പാടുകൾ, ഈ മുറിവുകൾ ഉൾപ്പെടെ കാണുന്നത്. മാത്രമല്ല ചൂരൽ കൊണ്ട് മൃഗീയമായി അടിക്കുകയും ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ശരീരത്തിന്റെ പുറം ഭാഗത്ത് പൊള്ളിക്കുകയും ചെയ്തു. ഈ കുഞ്ഞ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഈ വീട്ടുകാരുടെ പരാതിയിൽ വിഴിഞ്ഞ പോലീസ് കേസ് എടുത്തു. ഈ കേസ് എടുക്കുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഈ കേസ് പിന്നീട് എന്തായി എന്ന് അന്വേഷിക്കാൻ നമ്മൾ ആരും പോകുന്നില്ല. ഈ കുഞ്ഞ് അനുഭവിച്ച ഒരു മാനസിക ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വകാര്യ ഭാഗത്ത് മുളക് തേക്കുക, ഇസ്തിരി കൊണ്ട് ചന്തിയിൽ പൊള്ളിക്കുക, മൃഗീയമായി ചൂരൽ കൊണ്ട് അടിക്കുക. ഈ 3 മണിക്കൊക്കെ അതിനെ എനിക്ക് തോന്നുന്നു ഉറങ്ങാത്ത ഇരുത്തി അതിനെ പീഡിപ്പിച്ച് കാണും. അത് രക്ഷ തേടി ആ പാതിരാത്രിയിൽ അത് ഓടിക്കേറിയത് ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ അതിന് എന്ത് വിശ്വാസം ഉണ്ടാകും? അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഈ മാനസികാവസ്ഥയിൽ എന്ത് വിശ്വാസമാണ് ഈ മതത്തോട് അതിനുണ്ടാകുന്നത്? മദ്രസയിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് എന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരില്ല. ഇനി ഭയന്നത് ഇത്തരം മദ്രസകളിൽ പഠിക്കാൻ പോകുന്നവരോട് അതിന് പറയാനുള്ള അനുഭവം ഇതായിരിക്കില്ലേ? അപ്പോൾ ഇത്തരം അധ്യാപകരെ, ഈ ഒമയൂർ അഷറഫ് എന്നൊക്കെ പറയുന്ന ഇത്തരം പീഡന വീരന്മാരെ, അല്ലെങ്കിൽ ഇത്തരം ഞരമ്പ് രോഗികളെ അങ്ങനെ തന്നെ പറയണം. അതായത് ഏത് തരത്തിലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ മെനക്കെടുന്ന ഇത്തരം ഈ ഞരമ്പ് രോഗികളെ ഏത് തരത്തിൽ ശിക്ഷിക്കാൻ കഴിയുമോ? ഒരാൾക്കൊരു ശിക്ഷ കൊടുത്താൽ ഒരു 5 പേർ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകും. ആ ഒരാൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു കുഞ്ഞെങ്കിലും അവിടെ രക്ഷപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മദ്രസയിലെ പീഡനങ്ങൾ ഇതിനു മുൻപും വാർത്തകളായിട്ടുണ്ട്, നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. 12, 15, 16, 10, 9, 7 ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളെ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഇത് കേസാകുന്നു എന്നുള്ളതല്ലാതെ കേസിനപ്പുറം ഇവർക്കൊക്കെ എന്ത് ശിക്ഷ കിട്ടിയിട്ടുണ്ട്? ഇവർക്കൊക്കെ കിട്ടിയ ശിക്ഷ അതിലൂടെ ഇവർ നന്നായിട്ടുണ്ടോ? പിന്നീട് ഇവർ മറ്റു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? മറ്റു മദ്രസകളിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു മോണിറ്ററിംഗ് നടത്തേണ്ടത് അത്യാവശ്യം. മദ്രസകളിലൊന്നും മോണിറ്ററിംഗ് ഇല്ല. ഇവരവിടെ എന്ത് ചെയ്യുന്നു, എത്ര കുട്ടികൾ പഠിക്കാൻ വരുന്നു, ഈ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ താമസം എങ്ങനെയാണ്, ഇവരുടെ ജീവിതം എങ്ങനെയാണ്, പെൺകുട്ടികൾ അവിടെ സുരക്ഷിതമാണോ, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് സുരക്ഷിതമായി തന്നെയാണോ? പലപ്പോഴും പെൺകുട്ടികളെ മദ്രസയിൽ അധ്യാപകന്മാർ പഠിപ്പിക്കുമ്പോൾ അവരുടെ തുടയിലും ബ്രസ്റ്റിലും ഒക്കെ തടവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പെൺകുട്ടികൾ അവിടെ സുരക്ഷിതമാണോ? പെൺകുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു രീതി ഉണ്ടാകുന്നത്? മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ. അപ്പൊ ഇവർ പറയും, വാർത്തകൾ പുറത്തു വരാറുണ്ട്, മറ്റധ്യാപകർ, പുറത്തുള്ള മറ്റധ്യാപകരും ഇതുപോലെ. പക്ഷെ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പുറത്തുള്ള കുട്ടികൾക്ക് ഇത് തെറ്റാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവും. അതെ. പക്ഷേ ഈ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഇവിടുത്തെ രീതി, നമ്മൾ ഇതെല്ലാം സഹിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധമാണ് അവരിൽ കുത്തിവെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ മദ്രസയിലെ പീഡനം എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ
മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇതിനെ മതപഠന കേന്ദ്രം എന്ന് പറഞ്ഞൊരു ആ ഒരു പ്രയോഗമാണ് പൊതുവെ കാണാറുള്ളത്. അവരിപ്പോ മദ്രസ മദ്രസ വാക്ക് നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഉണ്ടോ? എന്റെ എനിക്ക് അറിവിലില്ല. അറിയാത്തത് ഇല്ല. പക്ഷെ അവർ മതപഠന കേന്ദ്രം മെയിൻ ചാനലുകൾക്ക് നിരോധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ നിരോധനം. അപ്പൊ എന്തോ അതെനിക്ക് കണ്ടപ്പോ അത് എന്തുകൊണ്ടായിരിക്കാം അവർ മദ്രസ എന്ന പേര് അവരെ ഉപയോഗിക്കാത്തത്. സംബന്ധിച്ചിടത്തോളം മദ്രസ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു.